മഴ കനത്താലും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട് എന്നുള്ളതൊക്കെ. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലർട്ടുകൾ നൽകുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും കിട്ടുന്ന മഴയുടെ അളവനുസരിച്ചാണ് ഈ അലർട്ടുകൾ വരുന്നത്. ഗ്രീൻ അലർട്ട് എന്നത് 64 മില്ലിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഗ്രീൻ അലർട്ട് നൽകുന്നത്. അതായത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്നാണ്. സാധാരണ കാലാവസ്ഥ എന്നുള്ളതാണ്, യാതൊരു മുന്നറിയിപ്പുകളും ഉണ്ടാകില്ല. പക്ഷേ യെല്ലോ അലർട്ട് ആണ് എങ്കിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് യെല്ലോ അലർട്ട്. സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കണമെന്നാണ്. ഓറഞ്ച് അലർട്ട് കുറച്ചുകൂടി കൂടിയ അലർട്ടാണ്. അത് 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഓറഞ്ച് അലർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്ന് റെയിൽ, റോഡ് ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മതിയായ തയ്യാറെടുപ്പ് വേണം എന്നതുകൂടി ഓറഞ്ച് അലർട്ട് സൂചിപ്പിക്കുന്നു. ഈ റെഡ് അലർട്ട് നമുക്കറിയാം, ഇപ്പോൾ റെഡ് അലർട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്കും കൗതുകമാണ്. കാരണം സ്കൂളിന് അവധി കിട്ടുന്നതാണ്. ഇപ്പോൾ വടക്കൻ ജില്ലകളിലെല്ലാം അവധിയാണ്. റെഡ് അലർട്ടാണ് ഏറ്റവും കനത്ത മഴ, ഏറ്റവും ജാഗ്രത നമ്മൾ പുലർത്തേണ്ട ഒരു മുന്നറിയിപ്പ്. 204.5 മില്ലിമീറ്ററിന് മുകളിൽ മഴ കിട്ടുമ്പോഴാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. വളരെ മോശപ്പെട്ട കാലാവസ്ഥയായിരിക്കും. അത് നമ്മുടെ ജീവനെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് റെഡ് അലർട്ട്.